ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കറുപ്പ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സുകുമാരനെയും അയാളുടെ മകൾ ബിനുവിനെയുമാണ്. സുകുമാരന്റെ സ്വപ്നത്തിൽ തമിഴ്നാട്ടിലെ ആൾക്കാർ ആരാധിക്കുന്ന കറുപ്പ് സ്വാമി പ്രത്യക്ഷപ്പെടുന്നു. അയാൾ സ്വപ്നം കണ്ട് ഞെട്ടിയുണരുമ്പോൾ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഓട്ടോ കിട്ടുമെന്ന് ട്രെയിനിലുള്ള ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് സുകുമാരൻ മകൾ ബിനുവിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അയാളുടെ ബാഗ് ട്രെയിനിന്റെ ഒരു സൈഡിൽ കുരുങ്ങുന്നു. ആ ബാഗ് കുരുങ്ങിയതിനടുത്തായിട്ട് കറുപ്പുസ്വാമിയുടെ ഫോട്ടോ പതിപ്പിച്ച മറ്റൊരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അതൊരു സൈനായിരുന്നു അവരവിടെ ഇറങ്ങാൻ പാടില്ലാന്ന്. എന്നാൽ സുകുമാരനാകട്ടെ കുരുങ്ങിക്കിടുന്ന ബാഗ് എടുത്തുകൊണ്ട് മകളെയും കൂട്ടി ആ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഓട്ടോയിലേക്ക് കയറാൻ പോയി. എന്നാൽ ആ സമയം കത്തിയുമായിട്ട് രണ്ട് ആൾക്കാർ വരികയും സുകുമാരനെയും ബിനുവിനെയും ആക്രമിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സുകുമാരൻ പിറകെ ഓടിയിട്ടും ബാഗ് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ആ ബാഗില് 60 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് സുകുമാരനും ബിനുവും വന്നത് തന്നെ സുകുമാരന്റെ മകൾ ബിനുവിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്ന് രാത്രി തന്നെ സുകുമാരൻ അവിടെയുള്ള സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാരി തങ്കമേനിയാകട്ടെ ഇവർ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നു. ഇത്രയും സ്വർണവുമായിട്ട് ട്രെയിനിൽ വന്നതിനും കൂടാതെ മോഡേൺ ഡ്രസ്സ് ധരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തതിനും മോഷ്ടാക്കൾ സ്വർണം കൊണ്ടുപോയതിന് തന്റെ ഡ്രസ്സിനെ കൂടി കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് ബിനുവിന് ദേഷ്യം വരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ അന്വേഷിച്ചിട്ട് അവർക്ക് സംശയമുള്ള കുറെ കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും പോലീസുകാർ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും സുകുമാരന്റെയും ബിനുവിന്റെയും കാലിൽ വീഴുന്നു. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളുടെ സ്വർണ്ണമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, ഇവര് വെറുതെ ഞങ്ങളുടെ മേൽ കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വെറുതെ വിടും. അവരുടെ അവസ്ഥ കണ്ടിട്ട് സുകുമാരന് കഷ്ടം തോന്നി. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് പോലീസുകാര് കള്ളന്മാരുടെ കയ്യിൽ നിന്നും സുകുമാരന്റെ സ്വർണം വീണ്ടെടുക്കുന്നതാണ്. എന്നാൽ ആ സ്വർണം 45 പവനേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ബാക്കി 15 പവനടങ്ങുന്ന മാലയും വളയൊന്നുമില്ല. അതിനെപ്പറ്റി സുകുമാരൻ പോലീസുകാരോട് ചോദിച്ചപ്പോൾ മോഷ്ടിച്ചുകൊണ്ടുപോയ കള്ളന്മാര് അത് വിറ്റ് 2 ദിവസം സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണ്. പോയത് പോട്ടെ 45 പവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് കരുതി സുകുമാരൻ അത് വാങ്ങിക്കാൻ തുടങ്ങിയതും ആ സ്റ്റേഷനിൽ കുമാരൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ സുകുമാരനോട് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ സ്വർണം പെട്ടെന്നൊന്നും തരാൻ പറ്റില്ല എന്ന്. കോടതിയിൽ ഒരു റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി പെറ്റീഷൻ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ സ്വർണം കിട്ടുമെന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത്. കൂടാതെ അവിടെയുള്ളൊരു നല്ല വക്കീലിന്റെ പേര് താൻ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബേബി കണ്ണൻ എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ കാർഡ് കൂടി സുകുമാരന്റെ കയ്യിലെ ഈ പോലീസുകാരൻ കൊടുത്തു. ഇനി ആ കോടതിയാണ് കാണിക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു കേസ് നടക്കുകയായിരുന്നു. വയസ്സായ 2 കപ്പിൾസ് തങ്ങളുടെ സ്ഥലം ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ ആൾക്കാർക്ക് ലീസിന് കൊടുത്തു. എന്നാൽ ഇപ്പോൾ ലീസ് എഗ്രിമെന്റ് കഴിഞ്ഞിട്ടും ആ കമ്പനി അവർ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറല്ല. അത് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഈ വയസ്സായ ആൾക്കാരുടെ സ്ഥലം ഈ കമ്പനി ആൾക്കാർ കയ്യേറിയിരിക്കുന്നു. ഈ ദമ്പതിമാര് കേസ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫാക്ടറിയുടെ ആൾക്കാര് തങ്ങളെ ദമ്പതിമാര് ആളെ വിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യിലും കാലിലും ഒക്കെ ചുമ്മാ കെട്ടും കെട്ടി കോടതിയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കള്ളത്തരമാണെന്ന് ജഡ്ജിക്കും അറിയാം. ഈ കമ്പനിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ബേബി കണ്ണൻ എന്ന് പറയുന്ന വക്കീലിനും അറിയാം. ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിരിക്കുന്നത് പ്രീതി എന്ന് പറയുന്ന വക്കീലായിരുന്നു. കമ്പനി ഓണേഴ്സിന്റെ മുറിവുകളെല്ലാം കള്ളത്തരമാണെന്ന് പ്രീതി കോടതിയിൽ വെച്ച് തെളിയിച്ചു. പക്ഷെ ബേബി കണ്ണനാകട്ടെ തന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഈ പേപ്പറിലുണ്ടെന്ന് പറഞ്ഞ് ജഡ്ജിയുടെ കയ്യിലൊരു പേപ്പർ കൊടുക്കുന്നു. അതിനകത്ത് ശരിക്കും ജഡ്ജിക്കുള്ള കൈക്കൂലിയായിരുന്നു. ആ കൈക്കൂലി കിട്ടിയതും ജഡ്ജിയാകട്ടെ ബേബി കണ്ണനും ആ കമ്പനിയുടെ ആൾക്കാർക്കും അനുകൂലമായിട്ടാണ് വിധി പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് പ്രീതി കോടതിയോട് പറയുന്നു. ഇതിനു മുകളിൽ കോടതികളുണ്ട്, നിങ്ങൾ അവിടെ പോയി വാദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ജഡ്ജി ഒഴിവായി. പ്രീതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബേബി കണ്ണൻ ജഡ്ജിയെയും കൈക്കൂലി കൊടുത്താണ് വശത്താക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ കോടതിയിലേക്കാണ് സുകുമാരനും ബിനുവും വരുന്നത്. കോടതി പരിസരത്ത് തന്നെ കറുപ്പുസ്വാമിയുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തെ പറ്റി അവിടുത്തെ പൂജാരിയോട് സുകുമാരൻ ചോദിക്കുമ്പോൾ കോടതിയിൽ നീതി ലഭിക്കാത്ത ആൾക്കാർ പോലും കറുപ്പുസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാമി അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുമെന്നായിരുന്നു അവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നത്. ഓരോ ഏരിയയ്ക്കും ഓരോ സ്വാമിയുണ്ട്. ഇവിടെയുള്ളത് വേട്ടൈക്കറുപ്പ് എന്ന് പറയുന്ന സ്വാമിയായിരുന്നു. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അവിടെയുള്ള മുളകരച്ച് ആ സ്വാമിയുടെ വിഗ്രഹത്തിന്റെ തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ആ പൂജാരി സുകുമാരനോട് പറയുന്നു. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം കോടതിയിലേക്ക് കയറുകയായിരുന്നു സുകുമാരനും ബിനുവും. ബേബി കണ്ണൻ അവരുടെ കേസ് ഏറ്റെടുത്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും ഹാജരാകാത്തത് കാരണം കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. പക്ഷെ ബേബി കണ്ണനും കൂട്ടരും സുകുമാരനെയും ബിനുവിനെയും പറ്റിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഫീസായിട്ട് നല്ല തുക വാങ്ങിക്കുകയും ചെയ്തു. കൂടാതെ ബേബി കണ്ണനും അയാളുടെ കൂടെയുള്ള വക്കീലുകളും എല്ലാം തന്നെ അവിടുത്തെ ഹോട്ടലിൽ നിന്നും ബിരിയാണി കഴിച്ചതിന്റെ ബില്ലും ബിനുവിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു. അവരെല്ലാവരും ബിരിയാണി കഴിക്കുമ്പോഴും ബിനു സുകുമാരനും ദോശ മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. തങ്ങളുടെ കയ്യിൽ നിന്ന് 60 പവൻ സ്വർണ്ണമാണ് മോഷണം പോയതെന്നും 45 മാത്രമേ പോലീസുകാർ കണ്ടെടുത്തുള്ളൂ എന്നും സുകുമാരൻ പറയുന്നു. ഇത് കേട്ട് ബേബി കണ്ണനാകട്ടെ ആ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. എന്നാൽ സ്റ്റേഷനിലുള്ള പോലീസുകാരി ബേബി കണ്ണനോട് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ദേഷ്യം വന്ന അയാളാകട്ടെ ആ കോടതിയിലുള്ള തന്റെ എല്ലാ വക്കീലുമാരെയും ചേർത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വലിയൊരു സമരം സംഘടിപ്പിക്കുന്നു. ഈ പോലീസുകാരി വലിയ കൈക്കൂലിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് മീഡിയ വരെ അവിടെ കൊണ്ടുവരുന്നു. തനിക്ക് റെസ്പെക്ട് തരാത്തതുകൊണ്ടാണ് ബേബി കണ്ണൻ പോലീസുകാരിക്കിട്ട് പണി കൊടുത്തത്. പോലീസുകാരെ നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേക്ക് അവരും സത്യം പറയുന്നു. 60 പവൻ സ്വർണവും അവർ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 15 പവൻ ഈ പോലീസുകാർ തന്നെ മാറ്റിയതാണ്. ബേബി കണ്ണൻ അവരുടെ കയ്യിൽ നിന്ന് ആ 15 പവൻ വാങ്ങി തന്റെ പോക്കറ്റിൽ വെക്കുന്നു. എന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കള്ളത്തരം കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ കൂടി തന്നേ പറ്റുമെന്ന്. അവര് വേറെ എവിടെ നിന്നോ കൈക്കൂലി
വക്കീല് വാങ്ങിയ കുറച്ച് കാശുകൂടി ബേബി കണ്ണന്റെ കയ്യിൽ കൊടുത്തു. ബേബി കണ്ണൻ സുകുമാറിന്റെ സ്വർണം തന്റെ കൈക്കൽ വെച്ച ശേഷം ഇവരുടെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി വാങ്ങിയ കാശാകട്ടെ സുകുമാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർണത്തിന് പകരമായിട്ട് ഞാൻ ചെറിയൊരു തുക കോമ്പൻസേഷൻ വാങ്ങിച്ചു തന്നിരിക്കുകയാണെന്ന്. അത് കണ്ടപ്പോൾ സുകുമാരനൊന്ന് സന്തോഷിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ബേബി കണ്ണൻ സുകുമാറിന്റെ കയ്യിൽ നിന്ന് ആ കാശ് തിരിച്ചു വാങ്ങുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടല്ലേ തന്റെ ഈ വക്കീലുമാരെല്ലാം വന്നത്, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ, അതുകൊണ്ട് ഈ കാശ് അവർക്ക് വീതിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. സുകുമാരനും ബിനുവിനും നല്ലപോലെ മനസ്സിലായി ഇവർ തങ്ങളെ നല്ല രീതിയിൽ പറ്റിക്കുകയാണെന്ന്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേസ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലേ പറ്റൂ. എന്നാൽ മാത്രമേ അവരുടെ സ്വർണവും തിരിച്ചു കിട്ടൂ. ആ സ്വർണം വിറ്റിട്ട് ബിനുവിന്റെ സർജറി നടത്താനും പറ്റൂ. അങ്ങനെ ഓരോ ദിവസവും ഇവർ കോടതി കയറി ഇറങ്ങാൻ തുടങ്ങി. കേസ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. ആ കോടതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയം 10 ആൾക്കാർക്ക് മാത്രമേ അതിന്റെ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റൂ. അതിൽ കൂടുതൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് പൊളിഞ്ഞു വീഴും. ജഡ്ജിയുടെ തലയ്ക്ക് മുകളിലുള്ള ഏരിയ പോലും ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് മുകളിലേക്ക് കൊടുത്തിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഫ്യൂസും പോകും. അത് നന്നാക്കുന്നത് എല്ലാവരും പ്രേതോന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഓരോ ദിവസവും ബിനു സുകുമാരനും കോടതിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ കേസിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന ഒരു അമ്മുമ്മയുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ബിനു അവർക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. വീണ്ടും വീണ്ടും അവരെ കണ്ടപ്പോഴെല്ലാം തന്നെ കഷ്ടം തോന്നിയിട്ട് ബിനു അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തു. പക്ഷെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ഇതുവരെയും ബിനുവിന്റെ സുകുമാരന്റെ കേസ് എങ്ങും എത്തിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും തന്നെ വരാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ബിനുവിന്റെ ചെക്കപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബേബി കണ്ണും കൂട്ടരും കഴിക്കുന്ന ആഹാരത്തിന്റെ കാശും കുടിക്കുന്ന ജ്യൂസിന്റെ കാശും എല്ലാം തന്നെ ബിനു ഗൂഗിൾ പേ ചെയ്തുകൊണ്ടേയിരുന്നു. കൺമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയും നീതിക്ക് വേണ്ടി കോടതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്കെതിരായിട്ട് നിന്നതും ബേബി കണ്ണാണ്. അയാളുടെ ഇൻഫ്ലുവൻസ് കാരണം കൺമണിക്കും നീതി കിട്ടുന്നില്ല. അങ്ങനെ ഏകദേശം 4 മാസമായിട്ട് സുകുമാരനും ബിനുവും കോടതി കയറി ഇറങ്ങിയാണ്. ബിനുവിന്റെ സർജറി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ഹിയറിംഗിനും അവൾ കോടതിയിൽ വരുമ്പം ഒരു അമ്മൂമ്മയ്ക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴെല്ലാം അവർ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുമായിരുന്നു. എന്നാൽ അടുത്ത ഹിയറിംഗിന് എവിടെയും സീറ്റ് കാണാത്ത കണ്ടപ്പോൾ ആ അമ്മൂമ്മ ബിനുവിനോട് വന്ന് സീറ്റ് തരാൻ പറയുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല. കാരണം കുറെ തവണ അവൾ അവർക്ക് വേണ്ടി സഹായം ചെയ്തപ്പോൾ അവരത് അവരുടെ അവകാശമായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവളെ തന്നെ എഴുന്നേപ്പിച്ച് ആ സീറ്റിൽ ഇരിക്കാൻ നോക്കിയത്. ഇത്തവണ അവൾ സീറ്റ് കൊടുക്കാത്തത് കാരണം അവരവളെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്തു. ബേബി കണ്ണും കൂട്ടരും നമ്മളെ പറ്റിക്കുകയാണെന്നും ഇപ്പോൾ തന്നെ ഒരുപാട് കാശ് അവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുണ്ടെന്നും ബിനു പറയുന്നു. നമ്മുടെ സ്വർണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്നാൽ സുകുമാരന് വിശ്വാസം ഉണ്ടായിരുന്നു നാളെ എന്തായാലും നമ്മുടെ സ്വർണം കിട്ടുമെന്ന്. ശരിക്കും ഈ ബേബി കണ്ണന്റെ ആൾക്കാരെ തന്നെ പോലീസുകാരോട് സ്റ്റേഷനിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കേസ് നീട്ടിക്കൊണ്ടു പോകാമല്ലോ. അതിനനുസരിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ബേബി കണ്ണും കൂട്ടർക്കും കാശും കിട്ടും. അതായിരുന്നു അവരുടെ പ്ലാൻ. ഒടുവിൽ പിറ്റേ ദിവസം സുകുമാരൻ ഒരുപാട് പ്രതീക്ഷയോടാണ് പോയത്. അന്നത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും ഹാജരായിട്ടുണ്ടായിരുന്നു. കേസ് ഏകദേശം തീരാറായി. സ്വർണം സുകുമാരന്റെ കയ്യിലേക്ക് വരുമെന്നൊരു കട്ടുമെത്തി. എന്നാൽ അപ്പോഴേക്കും ജഡ്ജിക്ക് എന്തോ എമർജൻസി കോള് വന്നത് കാരണം അയാൾ നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി. എന്നാൽ സുകുമാരൻ റിക്വസ്റ്റ് ചെയ്യുന്നു, സ്വർണവും നിങ്ങളുടെ മുന്നിലുണ്ട്, സ്റ്റേഷനിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ആരും വരാത്തന്റെ പേരില സ്വർണം തിരിച്ചു തരാതിരുന്നത്. ഒരു നിമിഷത്തെ കേസല്ലേ ഉള്ളൂ, ഈ സ്വർണം തിരിച്ചു തന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറയുന്നു. എന്നാൽ ആ ജഡ്ജി ആകട്ടെ സുകുമാരനോട് ദേഷ്യപ്പെടുന്നു. കോടതിയോട് നിങ്ങൾ ആരാ ഇതൊക്കെ പറയാനെന്ന് ചോദിച്ചിട്ട് സുകുമാരനെ മൈൻഡ് പോലും ചെയ്യാതെ ജഡ്ജി പോയി. വീണ്ടും ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ബേബി കണ്ണിന്റെ ആൾക്കാരുടെയും പ്ലാനിങ് തന്നെയായിരുന്നു ഇതെല്ലാം. സുകുമാരൻ ജഡ്ജിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ബേബി കണ്ണും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കൂടി ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് സുകുമാരൻ ബേബി കണ്ണോട് പറഞ്ഞതും ദേഷ്യം വന്ന ബേബി ആകട്ടെ സുകുമാരനെ തല്ലുന്നു. ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സുകുമാരന്റെ അടുത്ത് പ്രേതൂന്ന് എല്ലാരും വിളിക്കുന്ന അയാൾ വന്ന് സംസാരിക്കുന്നു. ശരിക്കും അയാളുടെ പേര് ഷൺമുഖം എന്നായിരുന്നു. എന്നാൽ 30 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ കുടുംബത്തിന്റെ ആക്സിഡന്റ് പറ്റി എല്ലാവരും മരണപ്പെട്ടു. ആ ആക്സിഡന്റിൽ ഇയാളും മരിച്ചു എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഇയാളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയിരുന്നു. മരിച്ചിട്ടില്ലെന്നും ജീവനോട് ഇരിപ്പുണ്ടെന്നും തെളിയിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഈ കോടതിയിൽ അയാൾ കയറിയിറങ്ങിയാണ്. 17 വർഷമായിട്ട് അയാൾ കേസ് നടത്തി. എന്നാൽ എങ്ങും എത്തിയില്ല. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കാശും തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കോടതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇവിടെ തന്നെ കഴിയുകയായിരുന്നു അയാൾ. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ജോലികളൊക്കെ ഇയാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 30 വർഷമായിട്ട് നീതി കിട്ടാത്തൊരു മനുഷ്യൻ. തന്റെ അവസ്ഥ ഇതായി തീരുമോ എന്ന് സുകുമാരന് പേടിയുണ്ടായിരുന്നു. ആ സമയം അയാളാകട്ടെ രണ്ടും കൽപ്പിച്ച് ആ കറുപ്പുസ്വാമിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ പൂജാരി പറഞ്ഞ പോലെ മുളകരിച്ച് ആ വിഗ്രഹത്തിന്റെ തലയിൽ പുരട്ടുന്നു. അയാളുടെ പ്രാർത്ഥന ബലിച്ചു. അന്ന് രാത്രി കറുപ്പുസ്വാമി നീതി നടപ്പിലാക്കാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ബിസ്ക്കറ്റ് കമ്പനി ഉടമകളുടെ കൂടെ പാർട്ടി നടത്തിക്കൊണ്ടിരുന്ന ബേബി കണ്ണിന്റെ അടുത്തേക്കാണ് കറുപ്പുസ്വാമി വരുന്നത്. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. ദൈവത്തിനെ നേരിൽ കണ്ട ബേബി കണ്ണിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. നീ ചെയ്ത തെറ്റുകൾ നീ തിരുത്തണമെന്നും ആ പാവത്തിന്റെ സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കണമെന്നും ബേബി കണ്ണിനോട് കറുപ്പുസ്വാമി പറയുന്നു. എന്നാൽ അതൊക്കെ ഞാൻ നാളെ തന്നെ ശരിയാക്കാമെന്നും എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് ബേബി കണ്ണൻ ദൈവത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു നിമിഷം കൊണ്ട് നരകം പോലും കറുപ്പുസ്വാമി ബേബി കണ്ണിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ നടക്കാത്ത കാര്യം നീ നാളെ തന്നെ എങ്ങനെ നടത്തി കാണിക്കുമെന്ന് കറുപ്പുസ്വാമി ചോദിക്കുമ്പോൾ ബേബി കണ്ണൻ പറയുന്നത് പോലീസുകാർക്കും കുറച്ച് കൈക്കൂലി കൊടുക്കും. ജഡ്ജിയെ കാണാൻ ചെല്ലുമ്പോൾ അയാളുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി മുതൽ ജഡ്ജിക്ക് വരെ കൈക്കൂലി കൊടുക്കും. എല്ലാവർക്കും കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അത് കേട്ട് കറുപ്പുസ്വാമി കോപിക്കുന്നു. നീതി നടപ്പാക്കേണ്ട സ്ഥലത്ത്
സ്ഥലത്തെല്ലാം ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് നീതി വാങ്ങിയെടുക്കേണ്ട അവസ്ഥ എന്ത് മോശമാണെന്നാണ് ദൈവം ചോദിക്കുന്നത്. ഈ കൈക്കൂലി ഒന്നും കൊടുക്കാതെ അവർക്ക് നീതി ലഭിക്കണം. എന്നാൽ കാലങ്ങളായിട്ട് ഇതാണ് സിസ്റ്റം എന്നും ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല എന്നും ബേബി കണ്ണൻ പറയുന്നു. നിങ്ങൾ ദൈവമല്ലേ, നിങ്ങൾ വാ, നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മാറ്റിക്കാണിക്കുന്നതാണ് ബേബി കണ്ണൻ വെല്ലുവിളിക്കുന്നത്. ദൈവമായ തന്നെ തന്നെ വെല്ലുവിളിച്ചത് കണ്ടിട്ട് ബേബി കണ്ട വെല്ലുവിളി സ്വീകരിച്ച് പിറ്റേന്ന് കോടതിയിലേക്ക് പുതിയൊരു വക്കീലിന്റെ വേഷത്തിലാണ് കറുപ്പസ്വാമി വരുന്നത്. ബേബി കണ്ണൻ സുകുമാരന്റെ കേസ് ഉപേക്ഷിച്ചതുകൊണ്ട് വേറൊരു വക്കീലിനെ തേടി നടക്കുകയായിരുന്നു സുകുമാരൻ. ബേബി കണ്ണനെ പോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ വക്കീലും. ആ സമയം കറുപ്പസ്വാമി സരവണൻ എന്ന് പറയുന്ന വക്കീലിന്റെ വേഷത്തിൽ വന്ന് ഇവരോട് ഇവരുടെ കേസ് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. സുകുമാരൻ സന്തോഷപൂർവ്വം സരവണന്റെ കയ്യിൽ ആ കേസ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബേബി കണ്ണൻ അറിയാമല്ലോ കറുപ്പസ്വാമിയാണ് ഈ സരവണന്റെ വേഷത്തിൽ വന്നിരിക്കുന്നതെന്ന്. ബേബി കണ്ണൻ കറുപ്പസ്വാമിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കോടതിക്കുള്ളിലേക്ക് കയറിയ സ്വാമി ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നടക്കുന്നത് മുഴുവൻ കറപ്ഷൻസ് ആയിരുന്നു. ഒന്നും ശരിയായ രീതിയിലല്ലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ബേബി കണ്ണനാകട്ടെ ഇവരുടെ കേസ് മനഃപൂർവ്വം വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ കൂടെയുള്ള പല വക്കീലുമാരെയും ഈ ഒരേ കേസിന് തന്നെ അപ്പീർ ചെയ്യാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ജഡ്ജി പറയുന്നുണ്ട്, ഒരു കേസിന് 4 വക്കീൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ആരെങ്കിലും ഒരാൾ മാത്രം പെറ്റീഷനുമായിട്ട് വരാൻ. അതുകൊണ്ട് കേസ് വീണ്ടും നാളത്തേക്ക് മാറ്റിവെച്ചു. ബേബി കണ്ണന്റെ കൂടെയുള്ള മറ്റാരും തന്നെ ആ കേസ് സ്വന്തമായിട്ട് ഒഴിഞ്ഞു പോകില്ല. കറുപ്പനോട് കേസ് വിട്ടു പോകാനാണ് അവർ പറയുന്നത്. പ്രീതി സുബ്രഹ്മണ്യന്റെ വേഷത്തിൽ വന്ന് നിൽക്കുന്ന കറുപ്പനെ കണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണോ കോടതിയിൽ? ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്, ഇവര് മര്യാദയ്ക്ക് ഈ കേസ് ജയിക്കാൻ സമ്മതിക്കില്ല എന്ന്. ആ സമയം കോടതി വളപ്പില് കൺമണി എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കേസ് ഈ ബേബിയുടെ ആള് തന്നെയാണ് ഏറ്റെടുത്തത്. എന്നിട്ട് എതിർഭാഗത്തു നിന്ന് വാദിച്ചതും ബേബി തന്നെ. തന്റെ കേസിന്റെ ഫയലും താൻ കൊടുത്ത എവിഡൻസും എല്ലാം തന്നെ തിരിച്ചു തരണമെന്നും വേറെ ആരെങ്കിലും കൊണ്ട് താൻ കേസ് നടത്തിക്കൊള്ളാമെന്നും കൺമണി പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ എക്സ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ആള് കൺമണിയെ സെക്ഷലി ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു കൺമണി കേസ് കൊടുത്തിരുന്നത്. എന്നാൽ ബേബി കൺമണിയെ വെല്ലുവിളിക്കുന്നു, ഈ കേസ് ഞാൻ വിട്ടുതരാം, പക്ഷെ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും വക്കീലന്മാര് ഇത് എടുക്കൂലെന്ന് കണ്ടറിയണം. അതും പറഞ്ഞിട്ട് ഒരു ചുവന്ന തുണി ആ ഫയലിന് ചുറ്റും കെട്ടുന്നു. ബന്ധന എന്നായിരുന്നു അതിനെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ബന്ധനം ചെയ്ത ഫയല് ഒരു വക്കീലന്മാരും തൊടില്ലായിരുന്നു. കൺമണി പലരോടും റിക്വസ്റ്റ് ചെയ്തു. എന്നാൽ ആരും തന്നെ കൺമണിയുടെ കേസ് എടുത്തില്ല. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു നമ്മുടെ കറുപ്പസ്വാമിയും. പ്രീതി കറുപ്പസ്വാമിയോട് പറയുന്നുണ്ട്, ബന്ധനം ചെയ്ത കേസ് ഇവിടെ ആരും എടുക്കില്ല എന്ന്. ഈ കോടതിയിലുള്ള ഒരുതപ്പെട്ട എല്ലാവരും ഈ ബേബിയുടെ ആൾക്കാരാണ്. ഇത് അയാളുടെ കോട്ടയാണ്. ഇവിടെ നേരായ വഴിയിൽ ഒന്നും തന്നെ നടക്കില്ല. എന്നാൽ നമ്മുടെ കറുപ്പസ്വാമി പ്രീതിയും കൂട്ടി നേരെ പോകുന്നത് കറുപ്പസ്വാമിയോടൊപ്പം സുകുമാരന്റെ കേസിന് അപ്പിയർ ചെയ്ത ബാക്കി എല്ലാ വക്കീലന്മാരെയും കാണാനാണ്. അവരോട് നിങ്ങളെല്ലാവരും ഈ കേസിന് പിന്മാറണം, ഞാൻ മാത്രമായിരിക്കും ഈ കേസ് നടത്താൻ പോകുന്നെന്ന് പറയുന്നു. എന്നാൽ അവർ കേൾക്കുന്നില്ല. ആ നിമിഷം കറുപ്പസ്വാമി ബെഞ്ചിലേക്ക് ആഞ്ഞടിക്കുന്നു. അവിടെ എല്ലാം നിശ്ചലമായിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം പ്രീതിക്ക് മാത്രം അവളുടെ കണ്ണിൽ എല്ലാം കാണാൻ പറ്റി. തന്റെ അടുത്ത് നിൽക്കുന്നത് സാധാരണ ഒരു വക്കീലല്ലെന്നും അത് സാക്ഷാൽ കറുപ്പസ്വാമി തന്നെയാണെന്നും. ആ ഹാളിൽ നിൽക്കുന്നതിൽ അവളെ മാത്രമേ കറുപ്പസ്വാമി തന്റെ രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവളോട് മാത്രം കറുപ്പസ്വാമി പറയുന്നുണ്ട്, ബാക്കി എല്ലാവരുടെയും പെറ്റീഷൻ കീറിക്കളയാൻ. ഈ കേസ് ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. ദൈവത്തെ കണ്ടതും 2 കൈയും കൂപ്പി പ്രീതി തൊഴുതു. അതിനുശേഷം കറുപ്പസ്വാമി പറഞ്ഞ പോലെ അവരുടെ കയ്യിലിരുന്ന പെറ്റീഷൻ എല്ലാം കീറിക്കളയുകയും ചെയ്തു. എന്നാൽ പുറത്ത് വരാന്തയിലൂടെ പോയ ബേബി കണ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കറുപ്പസ്വാമി പുറത്തേക്ക് വന്നതും ബേബി കണ്ണൻ സ്വാമിയോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ സാധാരണ മനുഷ്യന് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് നിന്ന് നിങ്ങൾ ഈ കേസൊക്കെ ജയിച്ചു കാണിക്കണം. ആർക്കും കൈക്കൂലി കൊടുക്കാതെ ആരോടും റിക്വസ്റ്റ് ചെയ്യാതെ നേരായ വഴിയിൽ ജയിക്കണം. തനിക്ക് വാക്ക് തരണമെന്നും ബേബി പറയുന്നു. നിങ്ങളുടെ ശക്തി ഒരിക്കലും നിങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആ പറഞ്ഞതിൽ ന്യായമുള്ളത് കൊണ്ട് തന്നെ കറുപ്പസ്വാമി ബേബിക്ക് വാക്കു കൊടുക്കുന്നു, തന്റെ ശക്തി ഉപയോഗിച്ച് കേസ് ജയിക്കാൻ ശ്രമിക്കില്ല എന്ന്. അന്ന് രാത്രി ഇവരെല്ലാവരും അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ബേബിയുടെ ആൾക്കാരെ ട്രെയിനിൽ വെച്ചിട്ട് സരവണ്ണനെ ഭീഷണിപ്പെടുത്താൻ വരുന്നു. അവർക്കാർക്കും ഇത് സ്വാമിയാണെന്ന് അറിയില്ലല്ലോ. എന്നാൽ പ്രീതി കരുതി കറുപ്പസ്വാമി ശക്തി ഉപയോഗിച്ച് ഇവരെല്ലാം അടിക്കുമെന്ന്. എന്നാൽ സ്വാമിയാകട്ടെ സരവണ്ണൻ എന്ന സാധാരണ മനുഷ്യനായിട്ട് തന്നെയായിരുന്നു അവിടെ ഇരുന്നത്. ബേബി കണ്ണിന് കൊടുത്ത വാക്ക് കാരണം തന്റെ ശക്തി ഉപയോഗിച്ച് ആരെ ആക്രമിക്കാൻ നിന്നില്ല. അവര് വന്ന് വെറുതെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ആഹാരം കഴിക്കാനിരുന്ന സമയത്ത് പ്രീതി ബിനുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ കോടതി വളപ്പിലെ ഹോട്ടലില് നല്ല ബിരിയാണി കിട്ടും, നീ അത് കഴിച്ചിട്ടില്ലേ എന്ന്. എന്നാൽ ഏകദേശം 2 ലക്ഷം രൂപ താൻ ബിരിയാണിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്ന് ബിനു പറയുന്നു. പക്ഷെ ഒരെണ്ണം പോലും താനും അച്ഛനും കഴിച്ചിട്ടില്ല. എല്ലാം ബേബി കണ്ണന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ കറുപ്പസ്വാമിക്കും പ്രീതിക്കും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. താൻ ഈ കേസൊക്കെ ജയിച്ച് തന്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛന്റെ കൂടെ അവിടെ പോയി ആ ബിരിയാണി ആസ്വദിച്ച് കഴിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ബിനു പറഞ്ഞു. അതെന്തായാലും സാധിക്കുമെന്ന് തന്നെ പ്രീതി വാക്കും കൊടുത്തു. പക്ഷെ ബിനുവിന് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കോടതിയിൽ നിന്ന് ഈ സ്വർണം കിട്ടുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ കാണാതെ പോയ സ്വർണം പോലീസുകാർ തന്നെയല്ലേ കണ്ടുപിടിച്ചു തന്നത്. അതുപോലെ കോടതിയിൽ നിന്നും നിങ്ങൾക്ക് ആ സ്വർണം കിട്ടും. അപ്പോഴാണ് ബിനു പറയുന്നത്, പോലീസുകാരല്ല സ്വർണം കണ്ടുപിടിച്ചു തന്നത്. ആ കള്ളന്മാരോട് സുകുമാരൻ തന്നെ റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു, തന്റെ മകളുടെ അവസ്ഥ ഇതാണെന്നും സർജറി ചെയ്തില്ലെങ്കിൽ അവൾ മരിച്ചു പോകുമെന്നും. അവരോട് ദയ തോന്നിയ കള്ളന്മാര് തന്നെയാണ് ആ സ്വർണ്ണം എല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തത്. അല്ലാതെ പോലീസുകാരായിട്ട് അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തതൊന്നുമല്ല. ആ കള്ളന്മാർക്കുള്ള ദയ പോലും ഈ കോടതിയിലുള്ള ആൾക്കാർക്കില്ലെന്നാണ് ബിനു പറയുന്നത്. ഈ സിസ്റ്റം മുഴുവൻ ശരിയാക്കണമെന്ന് കറുപ്പ് ആഗ്രഹിച്ചു. പ്രീതിയും കറുപ്പിനോട് പറയുന്നത്, കോടതിയിൽ ഒരു വക്കീലും ഇനി കള്ളം പറയാൻ പാടില്ല. കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന 27,000 കേസുകളോളം ഉണ്ട്. ആ കേസുകളെല്ലാം തെളിയിക്കപ്പെടണം. അത്
അതുപോലെ ഈ പൊളിഞ്ഞു വീഴാറായ കോടതിയൊക്കെ നല്ലപോലെ പണിഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം, AC ബിൽഡിംഗ് ആക്കണം. ഇതൊക്കെയായിരുന്നു പ്രീതിയുടെ ആഗ്രഹം. പിറ്റേന്നത്തെ ഹിയറിംഗില് ഇവർക്ക് ഈ സ്വർണം കൊടുക്കുന്നതിനെ പറ്റി ശരവണൻ സംസാരിച്ചെങ്കിലും ജഡ്ജി പറയുന്നത് ഈ സ്വർണം അവരുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, ബില്ല് കൊണ്ടുവന്നിട്ടില്ല, കസ്റ്റം ക്ലിയറൻസിന്റെ സർട്ടിഫിക്കറ്റും ഇല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ സ്വർണം തരാൻ പറ്റൂ. ഓരോരോ കാരണങ്ങൾ അയാൾ ഓരോ ദിവസം പറയുകയായിരുന്നു. കൂടാതെ കോടതിയിൽ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് ബിനുവിനെ അയാൾ വഴക്ക് പറയുന്നു. ഇത്രയും വലിയ സംഭവങ്ങൾക്കിടയിലും തന്റെ ഡ്രസ്സിന്റെ കുറ്റം കണ്ടുപിടിക്കാതെ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീതി നിങ്ങൾക്ക് തന്നൂടെ എന്നാണ് ബിനു കോടതിയോട് ചോദിക്കുന്നത്. അവൾ കോടതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുൾ അവളോട് ജയിലിൽ കിടക്കാൻ കോടതി ഉത്തരവിടുന്നു. എന്നാൽ ജയിലിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത അവൾക്ക് ശാരീരിക അസ്വസ്ഥത വരികയും ബ്ലഡ് വൊമിറ്റ് ചെയ്ത് സീരിയസ് ആയിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയും ചെയ്തു. തൽക്കാലം കുറച്ച് കാശ് അടച്ചിട്ട് അവളുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് സ്വർണം കിട്ടിയെങ്കിൽ മാത്രമേ അത് വിറ്റിട്ട് അവളുടെ സർജറി ചെയ്യാൻ പറ്റൂ. കോടതി ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഇവർ റെഡിയാക്കി. ഇത്തരം സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ ജഡ്ജിയെ രാത്രി പോയി കണ്ടിട്ട് ഓർഡർ വാങ്ങാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ ജഡ്ജിയെ കാണാൻ ചെന്നു. എന്നാൽ ഒരുപാട് രാഷ്ട്രീയക്കാർ ജഡ്ജിയെ കണ്ടിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. കാരണം ജഡ്ജിയെല്ലാം തന്നെ ബേബി കണ്ണന്റെ ആൾക്കാരായിരുന്നു. പിറ്റേന്ന് രാവിലെ ആ സർട്ടിഫിക്കറ്റുമായിട്ട് കോടതിയിൽ ഹിയറിംഗിന് ശരവൺ എത്തിയെങ്കിലും കോടതി വീണ്ടും ശരവണിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ വന്നപ്പോ മുതല് കോടതിയിൽ പാലിക്കേണ്ട പല നിയമങ്ങളും ശരവൺ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, മൈലോടുന്നും യുവർ ഓണറെന്നും ഒന്നും പറഞ്ഞിട്ട് ശരവണൻ കോടതിയിൽ ബഹുമാനത്തോടെ സംസാരിച്ചിട്ടില്ല. അതിന് മാപ്പ് പറയണമെന്നായിരുന്നു ജഡ്ജി പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദൈവമായിരുന്നിട്ട് പോലും സാധാരണ മനുഷ്യനെ പോലെ നിന്ന് ശരവണൻ സോറി പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജി ഓർഡറിൽ ഒപ്പിടുകയും ആ സ്വർണ്ണമെല്ലാം തന്നെ സുകുമാരന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബിനു എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു. സ്വർണവും വാങ്ങി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയ സുകുമാരന് ഒരു കോള് വരുന്നു. മരതലക്കിൽ നിന്ന് കേട്ട വാർത്തയറിഞ്ഞ് അയാൾ ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങി വന്ന അയാളാകട്ടെ തന്റെ സ്വർണ്ണമെല്ലാം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വാരി എറിഞ്ഞു കൊടുക്കുന്നു. എനിക്കിനി ഇത് കിട്ടിയിട്ട് ഒരു കാര്യമില്ലാന്നും എന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അയാൾ കരയുകയായിരുന്നു. കണ്ടുനിന്ന സാധാരണക്കാരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. ആ സ്വർണം ശരിയായ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ മകൾക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ട് ഈ കോടതിയിലേക്ക് വരണ്ടെന്നും നിങ്ങളുടെ മരണം കണ്ടാലും നീതി കിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. പ്രീതിയും കറുപ്പസ്വാമിയും സങ്കടത്തോടുകൂടി അയാളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ഈ സ്വർണം കൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അയാൾ അതെല്ലാം കറുപ്പസ്വാമിയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. എന്നാൽ അപ്പോഴും ബേബി കണ്ണം വന്ന് കളിയാക്കിക്കൊണ്ട് കറുപ്പസ്വാമിയോട് സംസാരിക്കുന്നുണ്ട്. തലേന്ന് ജഡ്ജിയുടെ അടുത്ത് വന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് കൈക്കൂലിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇയാളുടെ മകളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ആ കോടതി വളപ്പിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കറുപ്പസ്വാമി. ആ സമയം കൺമണിയെ കാണുന്നു. കൺമണിയുടെ കേസ് ഇപ്പോഴും ആരും എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ബേബി കണ്ണിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങാൻ ഇപ്പോഴും കൺമണി നടക്കുകയാണ്. അയാൾ വീണ്ടും എല്ലാവരുടെ മുന്നിലേക്ക് ആ ഫയൽ ഇട്ടിട്ട് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കൺമണി ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ആരെങ്കിലും എന്റെ കേസ് എടുക്കാൻ പറയുന്നു. അവളുടെ അവസ്ഥ കണ്ട് ആ കേസ് എടുക്കാൻ അവിടേക്ക് വരുന്നത് നമ്മുടെ കറുപ്പസ്വാമി തന്നെയാണ്. ബേബി കണ്ണന്റെ ആൾക്കാര് അത് സ്വാമിയാണെന്നൊന്നും അറിയാതെ കറുപ്പസ്വാമിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എല്ലാവരെയും സ്വാമി അടിച്ചൊതുക്കുന്നു. നീതി കിട്ടാതെ ഈ കോടതിയിൽ നിന്ന് പോകുന്ന അവസാനത്തെ മനുഷ്യൻ താനായിരിക്കട്ടെ എന്നായിരുന്നു കറുപ്പസ്വാമി പറയുന്നത്. ഇനി താനൊരു മനുഷ്യനായിട്ട് ഈ കോടതിയിലേക്ക് വരില്ല. കൺമണിയുടെ കേസ് മുഴുവൻ കൈകാര്യം ചെയ്യാൻ പ്രീതിയാണ് ഏൽപ്പിച്ചത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യനാള് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അയാളുടെ PA ആയിരുന്നു കൺമണി. വർക്കിനിടയിൽ അയാൾ പലപ്പോഴും അവളുടെ ശരീരത്തിൽ തൊട്ടു. ആദ്യമൊക്കെ അച്ഛന്റെ പ്രായത്തിലുള്ള ആളെ താൻ തെറ്റിദ്ധരിക്കുകയാണെന്ന കൺമണി കരുതിയത്. പക്ഷെ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അയാൾ സെക്ഷലി അവളെ ഹരാസ് ചെയ്തു. അന്നൊക്കെ പരാതി കൊടുക്കാൻ ചെന്നെങ്കിലും ആരും അവളുടെ പരാതി സ്വീകരിച്ചില്ല. അവളെ ഭീഷണിപ്പെടുത്തി വീണ്ടും അയാളുടെ അടുത്ത് തന്നെ ജോലിക്ക് വിട്ടു. ഇന്ന് അയാൾ എക്സ് മിനിസ്റ്റർ ആയ ശേഷമാണ് വീണ്ടും അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ധൈര്യം സംഭരിച്ച് കൺമണി വന്നത്. പിറ്റേന്ന് കൺമണിയുടെ കേസ് കോടതിയിൽ വിളിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല എന്നായിരുന്നു ബേബി കണ്ട ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ പറഞ്ഞ പ്രകാരം വീടിന്റെ 2nd ഫ്ലോറിൽ വെച്ചിട്ടാണ് പാണ്ഡ്യനെ വരെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ 2 മുട്ടിനും സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അയാൾക്ക് ആർത്രൈറ്റിസ് ഉണ്ട്. 2nd ഫ്ലോറിലേക്ക് അയാൾക്ക് കയറാൻ സാധിക്കില്ല. ഇങ്ങനെ കുറെ കള്ളത്തരങ്ങൾ ബേബി കണ്ണൻ പാണ്ഡ്യനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ AI ഉപയോഗിച്ച് കൺമണിയുടെ സൗണ്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യനോട് കൺമണി ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതായിട്ടുള്ള റെക്കോർഡിംഗ്സ് ആയിരുന്നു അത്. ഈ സൗണ്ട് തന്റേതാണെങ്കിലും താൻ ഇങ്ങനൊരു കോൾ ചെയ്തിട്ടില്ല എന്ന് കൺമണി പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദം കഴിഞ്ഞിട്ട് നടന്ന സത്യങ്ങളെല്ലാം താൻ പറയാമെന്ന് പറഞ്ഞിട്ട് ബേബി കണ്ണൻ കോടതിയുടെ മുന്നാകെ എല്ലാ സംഭവങ്ങളും വിവരിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അയാളുടെ അയാൾ പറയുന്നതനുസരിച്ച് മൂവ് ആകുന്നുണ്ടായിരുന്നില്ല. അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതെല്ലാം കറുപ്പസ്വാമിയുടെ കളിയായിരുന്നു. കാരണം പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു വക്കീലും കോടതിയിൽ സത്യമെന്ന് പറഞ്ഞിട്ട് കള്ളം പറയാൻ പാടില്ലാന്ന്. യഥാർത്ഥ ട്രൂത്ത് എന്താണോ അത് മാത്രമേ വക്കീലിന്റെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ബേബിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേബി തന്റെ വാഗുണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ കാൾ റെക്കോർഡിംഗ്സ് AI ഉപയോഗിച്ച് തങ്ങൾ നിർമ്മിച്ചതാണെന്നും പാണ്ഡ്യന് മുട്ടിന് ഒരു കുഴപ്പമില്ലാന്നും അയാൾക്ക് ഒരു സർജറിയും കഴിഞ്ഞിട്ടില്ലാന്നും അയാൾ തന്നെയാണ് ഈ സ്ത്രീയെ ഹറാസ് ചെയ്തതെന്നും ഒക്കെ. ജഡ്ജിക്ക് തന്നെ കൺഫ്യൂഷനായി ബേബി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ചിന്തിച്ചിട്ട്. കാരണം ഈ ജഡ്ജിയും ഈ മിനിസ്റ്റർ പാണ്ഡ്യന്റെ ആളായിരുന്നു. അത് കാരണം പാണ്ഡ്യന് ശിക്ഷ കൊടുക്കാൻ
ജഡ്ജിക്ക് സാധിക്കില്ല. ബേബി ആകട്ടെ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട് ഈ ജഡ്ജി ഒരു വെറും വക്കീലായിട്ടിരുന്നതാ ഈ പാണിന്റെ സഹായത്തോടു കൂടിയ ജഡ്ജി ആയതെന്ന്. തന്നെയും കൂടി ഇൻസൾട്ട് ചെയ്തതോടുകൂടി ബേബിയെ കോടതിയിൽ നിന്നും ആ വക്കീല് പുറത്താക്കി. പുറത്തേക്കിറങ്ങിയ ബേബി കാണുന്നത് കറുപ്പുസ്വാമിയായിരുന്നു. അതോടെ ബേബിക്ക് മനസ്സിലായി ഇതെല്ലാം കറുപ്പുസ്വാമിയുടെ കളിയാണെന്ന്. ഇത്രയും കാലം കൂടെ നിന്ന ബേബി തന്നെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വിളിച്ചു പറയുന്നത് കാരണം ജഡ്ജിയും പാണ്ഡിനും ആകെ കൺഫ്യൂഷനിലായിരുന്നു. ബേബി ജഡ്ജിയെ കാണാൻ വന്നെങ്കിലും അന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ കാരണം ജഡ്ജി അയാളോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് ബേബിയെ കാണാൻ അയാൾ കൂട്ടാക്കിയില്ല. ഒരു കോഫി ഷോപ്പിലിരുന്നിട്ട് പ്രീതിയും കറുപ്പുസ്വാമിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ ഈ കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുണ്ട്. ആ കേസുകളൊക്കെ തെളിയിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും. പക്ഷെ ഇതിനിടയ്ക്കെല്ലാം പുതിയ പുതിയ കേസുകൾ വരുന്നു. അപ്പൊ പിന്നെ പഴയ കേസുകൾ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അതൊന്നും കോടതിയിൽ വിളിക്കത്തുമില്ല. പുതിയ കേസുകൾ വരാതിരുന്നാ മതിയല്ലോ, അത് താൻ നോക്കിക്കൊള്ളാമെന്ന് കറുപ്പുസ്വാമി പറയുന്നു. ഈ ഒരു സീനിനകത്ത് ലിയോ സിനിമയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. ചോക്ലേറ്റ് കോഫി ചോദിച്ചുകൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറി വരുന്ന ആള് അവിടെ നിന്നും പോകാൻ നിന്ന ജോലിക്കാരിയോട് മോശമായി പെരുമാറുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ കറുപ്പുസ്വാമിയുടെ ശക്തി കാരണം അയാൾ ആ പെൺകുട്ടിയോട് വളരെ സ്വീറ്റായിട്ട് തലവേദന എടുക്കുന്നു, ഒരു കോഫി തരുമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടുകൂടി ആ പെൺകുട്ടി ഒരു കോഫി അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ വലിയ ഫൈറ്റ് നടക്കുമായിരുന്നു. ഈ കടയുടെ ഓണർ ഈ വന്ന ഗുണ്ടയെ കൊല്ലുമായിരുന്നു എന്നൊക്കെയാണ് കറുപ്പുസ്വാമി പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ക്രൈം നടക്കാതെ ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്തില്ലേ, അതുപോലെ എന്റെ പരിധിയിൽ വരുന്ന ഈ ഏരിയയിൽ ഒന്നും തന്നെ ഇനി മുതൽ ക്രൈം നടക്കില്ല. അതുകൊണ്ട് കോടതിക്ക് പെൻഡിംഗ് കേസുകളെല്ലാം തന്നെ ഹിയറിംഗിന് വെച്ച് അത് ക്ലോസ് ചെയ്യേണ്ടി വരും. തന്റെ ഏരിയയിലുള്ള അത്രയും ഭാഗത്ത് കറുപ്പുസ്വാമി ഒരു വലയം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നിൽക്കുന്ന ആർക്കും പരസ്പരം ആരെയും ഉപദ്രവിക്കാൻ തോന്നില്ല, ആർക്കും ക്രൈം ചെയ്യാൻ തോന്നില്ല. ക്രൈം ചെയ്യാൻ വരുന്ന എല്ലാവരും അടുത്ത നിമിഷം തന്നെ മനസ്സ് മാറി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി പോകും. അതോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ആരും തന്നെ ഇല്ലാതെയായി. പോലീസുകാർ അവിടെ ക്രിക്കറ്റും കളിച്ചിരിക്കുകയായിരുന്നു. കോടതിയിലും കേസുകളൊന്നും തന്നെ പുതുതായിട്ട് വന്നില്ല. എല്ലാവരും വെറുതെ ഇരിക്കാൻ തുടങ്ങി. വേറെ നിവൃത്തിയില്ലാതെ പഴയ പെൻഡിംഗ് കേസുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ ആരംഭിച്ചു. അവിടെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആ കോടതിയിലുള്ള എല്ലാവരും വിശ്വസിച്ചു. അവരെല്ലാവരും കറുപ്പുസ്വാമിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും കറുപ്പുസ്വാമിയെ കുറിച്ച് പേടിയായിരുന്നു. എന്നാൽ ഈ സ്വാമിയുടെ അമ്പലം ഈ കോടതി വളപ്പിൽ ഉള്ളതുകൊണ്ടാണ് സ്വാമിയുടെ ശക്തിയും ഇവിടെ തന്നെ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ബേബി കണ്ണനാകട്ടെ ആ അമ്പലം പൊളിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ആൾക്കാരെ ഇറക്കുന്നു. ആ ആൾക്കാരോടെല്ലാം തന്നെ കറുപ്പുസ്വാമി ഫൈറ്റ് ചെയ്യുന്നു. അവർക്ക് സ്വാമിയുടെ ആ വിഗ്രഹത്തെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ആ ആൾക്കാരുടെ ഫോണിലേക്ക് ബേബി കണ്ണൻ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത് കറുപ്പുസ്വാമിയാണ്. നീ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്നും മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വന്ന് നിന്നെ ഇടിക്കുമെന്നും കറുപ്പുസ്വാമി പറയുന്നു. ആ നിമിഷം തന്നെ ഒരു വണ്ടി വന്ന് ബേബി കണ്ണന്റെ വണ്ടിയിലേക്ക് ഇടിക്കുന്നു. ആ ലോറിയിൽ നിന്നിറങ്ങിയ ആൾക്കാരാകട്ടെ ബേബി കണ്ണൻ തുടക്കത്തിൽ രക്ഷിച്ചുവിട്ട ആ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണേഴ്സ് ജഡ്ജി MLA കൂടെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തങ്ങളെ അപമാനിച്ച ബേബി കണ്ണനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ ബേബി കണ്ണൻ കിടക്കുന്നതാകട്ടെ കറുപ്പുസ്വാമിയുടെ ഏരിയ ഉൾപ്പെടുന്ന ഒരു കവാടത്തിനുള്ളിലാണ്. ഈ ഗുണ്ടകൾ നിൽക്കുന്നത് പുറത്തും. അവർ ആ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും വളരെ സോഫ്റ്റ് ആയിട്ട് വന്ന് ബേബി കണ്ണനോട് എന്തു പറ്റി, ഞങ്ങൾ രക്ഷിക്കാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് സംസാരിക്കുന്നു. ബേബി കണ്ണൻ എന്തൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവാടത്തിന് പുറത്തേക്ക് കടന്നു. ഈ ഗുണ്ടകളും കവാടത്തിന് പുറത്തേക്ക് കടന്നതോടുകൂടി അവരുടെ സ്വഭാവം മാറി. അവർ വീണ്ടും ബേബി കണ്ണനെ ആക്രമിക്കാൻ തുടങ്ങി. വീണ്ടും തിരിച്ച് കവാടത്തിനുള്ളിൽ കയറിയതും അവരുടെ സ്വഭാവം വീണ്ടും മാറി. അവർ അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതോടെ ബേബി കണ്ണന് കാര്യം മനസ്സിലായി. ഇതെല്ലാം കറുപ്പുസ്വാമിയുടെ കളിയാണ്. ഈ കവാടത്തിനുള്ളിലാണ് കറുപ്പുസ്വാമിയുടെ ഏരിയ. അതിനുള്ളിൽ ഒരു ക്രൈമും നടക്കാത്തതിന് കാരണവും ഈ കറുപ്പുസ്വാമിയുടെ ശക്തിയുള്ളത് കൊണ്ടാണ്. ബേബി കണ്ണൻ ഇതെല്ലാം ജഡ്ജിയെ കാണിക്കുന്നു. ജഡ്ജിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കവാടത്തിന് അപ്പുറവും ഇപ്പുറവും എത്തുമ്പം ആൾക്കാരുടെ മൈൻഡ് മാറുന്നത് ജഡ്ജിയും ലൈവായിട്ട് കണ്ടു. ഒടുവിൽ വീണ്ടും ബേബി കണ്ണനും ജഡ്ജിയും ഒന്നിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് പ്രീതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അവൾ ഈ കേസൊന്നും തന്നെ വാദിക്കാൻ കോടതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കവാടത്തിന് പുറത്തു വെച്ചാണ് അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന കറുപ്പുസ്വാമി അവളോട് കവാടത്തിനുള്ളിലേക്ക് വണ്ടി കയറ്റാൻ പറയുന്നു. പുറത്ത് തനിക്ക് ശക്തിയില്ലാന്ന് പറയുന്നുണ്ട്. വേട്ടേ കറുപ്പുസ്വാമിയായിരുന്നല്ലോ ആ കവാടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. കവാടത്തിനുള്ളിലേക്ക് കടന്നതും ഈ കറുപ്പുസ്വാമി ഇവരെ എല്ലാവരെയും ആക്രമിക്കുന്നു. ഇതെല്ലാം നേരിൽ കണ്ട ജഡ്ജി ശരിക്കും വിയർക്കുകയായിരുന്നു. മനുഷ്യനോടല്ല നമ്മൾ കളിക്കുന്നത്, ദൈവത്തിനോടാണ്. എന്നാൽ ബേബി കണ്ണന് ഒരു പേടിയുണ്ടായിരുന്നില്ല. ആ ജഡ്ജി പറയുന്നുണ്ട് കറുപ്പുസ്വാമിക്ക് ആ ഏരിയയിലല്ലേ ശക്തിയുള്ളത്, ഞാൻ ആ നാട് വിട്ടു പോവുകയാ, വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് പോവുകയാ, നീയും കോടതി മാറിക്കോ, അതാ നല്ലത്. നീ ആരോടാണ് കളിക്കുന്നത്, ആരെയാണ് എതിർക്കാൻ ശ്രമിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ജഡ്ജി ബേബിയോട് ചോദിക്കുന്നു. കറുപ്പുസ്വാമിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വെട്ടി നുറുക്കിക്കളയും. എന്നാൽ നമ്മുടെ കോടതി തന്നെ ഈ കറുപ്പുസ്വാമിയുടെ ഏരിയയിൽ നിന്ന് മാറ്റി മറ്റൊരു നാട്ടിൽ കൊണ്ടുവയ്ക്കാമെന്നാണ് ബേബി കണ്ണൻ പറയുന്നത്. ആ കോടതിയിൽ അറ്റകുറ്റപ്പണി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറേയായിട്ട് ശ്രമിക്കുന്നു, അതുപോലും ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ കോടതി തന്നെ മാറ്റുമെന്നാണ് ഈ ജഡ്ജി ചോദിക്കുന്നത്. അതൊന്നും നടക്കില്ല, നമുക്ക് തന്നെ ഈ നാട് വിട്ടു പോകാം. എന്നാൽ ദേഷ്യം വന്ന ബേബി കണ്ണൻ പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ. അതും പറഞ്ഞുകൊണ്ട് ബേബി കണ്ണൻ ഈ ജഡ്ജിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി തന്നെ ഒരുപാട് കേടുപാടുകൾ പറ്റിയിരിക്കുന്ന ഈ കോടതി ഒട്ടും സേഫ് അല്ലാത്തൊരു ഇടമാക്കി മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കോടതി ഇവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പുതുക്കി പണിയാനുള്ള അനുമതി കിട്ടും. അതിനു വേണ്ടിയിട്ട് 10 പേരെ മാത്രം കയറ്റിവിട്ടുകൊണ്ടിരുന്ന ആ പടിയിലൂടെ ഒരുപാട് ആൾക്കാരെ ബേബി കണ്ണൻ കയറ്റിവിടുകയും ആ പടി തകർന്നു വീണ് ഒരുപാട് പേർക്ക് അപകടം പറ്റുകയും ചെയ്തു. അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി പലയിടങ്ങളിലും തീപിടിപ്പിക്കുകയും
കൂടാതെ ജഡ്ജിയുടെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഏരിയ മുഴുവനായിട്ട് പൊളിഞ്ഞ് താഴെ വീണ് ജഡ്ജി മരിച്ചുവെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ജഡ്ജിയെ കൊന്ന ശേഷം ആ മൃതദേഹം അവിടെ കൊണ്ടിട്ടതായിരുന്നു ബേബി കണ്ണൻ. തന്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീലുമാരെ എല്ലാം വിളിച്ചുകൂട്ടി വലിയ സമരം ചെയ്യുന്നു, ഈ കോടതി ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. പാണ്ഡ്യന്റെ സഹായത്തോടു കൂടി സർക്കാരിലേക്കും ഈ വിഷയം എത്തിക്കുകയും അവസാനം സർക്കാർ ഈ കോടതി ഇവിടെ നിന്ന് മാറ്റാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. പ്രീതി നേരത്തെ ആഗ്രഹിച്ച പോലെ വലിയൊരു ഏരിയയിലാണ് പുതിയ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ ഫുൾ AC ആയിരുന്നു. പക്ഷേ പഴയ കോടതിയുടെ ഏരിയയിൽ ചിതറിക്കിടന്ന ഒരുപാട് പേപ്പറുകൾ ഉണ്ടായിരുന്നു. അതിലൊരു പേപ്പർ ആ ഷൺമുഖന്റെ മുഖത്തേക്ക് പോയി വീഴുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ കൊടുത്ത പെറ്റീഷനാണിത്. അവസാനമായിട്ട് തന്റെ പേര് ഈ പെറ്റീഷനിലാണ് വന്നത്. പിന്നാരും എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പോലും ആരും വിശ്വസിച്ചിട്ടില്ല. എല്ലാവരും എന്നെ പ്രേതോന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടേയിരുന്നു. കാരണം ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് ഒരു തെളിവുമില്ലല്ലോ. ഈ പേപ്പർ കൊണ്ട് എനിക്കിനി ഒരു ഗുണമില്ലാന്ന് പറഞ്ഞിട്ട് അത് ചുരുട്ടിക്കളഞ്ഞിട്ട് അയാൾ സങ്കടത്തോടുകൂടി അവിടെ നിന്നും പോയി. പ്രീതിക്ക് ഇതെല്ലാം കണ്ടിട്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പുതിയ കോടതിയൊക്കെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇവിടെയും ബേബി കണ്ണന്റെ കൺട്രോളിൽ തന്നെയായിരിക്കും കാര്യങ്ങളെന്ന് പ്രീതി കറുപ്പസ്വാമിയോട് പറയുന്നു. പഴയ ജഡ്ജി മരിച്ചത് കാരണം പുതിയ കോടതിയിൽ പുതിയ ജഡ്ജിയായിരുന്നു. കൺമണിയുടെ കേസിൽ അവസാന വിധി വരുന്ന ദിവസമാണ്. തന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആ പേപ്പറിലുണ്ടെന്ന് പറഞ്ഞിട്ട് പതിവ് പോലെ ബേബി കണ്ണൻ ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യം തന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും ഈ പേപ്പറിലുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രീതിയും ഒരു പേപ്പർ കൊടുക്കുന്നു. എന്നാൽ ആ പേപ്പർ തുറന്ന ജഡ്ജി ശരിക്കും വിയർത്തു. അയാൾ വല്ലാതെ പാനിക്കായി. ബേബി കണ്ണന്റെ കൈക്കൂലി വാങ്ങിക്കാതെ അയാൾ പ്രീതി കൊടുത്ത പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് വിധി പറയുന്നുണ്ട്. ഇവിടെ ആ മന്ത്രി പാണ്ഡ്യൻ കുറ്റക്കാരനാണെന്നും അയാൾക്ക് 3 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നുവെന്നും കൺമണിക്ക് നഷ്ടപരിഹാരമായിട്ട് 75 ലക്ഷം രൂപ കൊടുക്കാൻ വിധിച്ചിരിക്കുന്നുവെന്നും. ഈ വിധി കേട്ട് കൺമണിയും പ്രീതി എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ പാണ്ഡ്യനും ബേബിയും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ച്. എന്നാൽ ജഡ്ജിയാകട്ടെ ബേബി കണ്ണോട് പറയുന്നുണ്ട്, തനിക്ക് കൈക്കൂലി തന്ന് കേസ് ജയിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നിനക്കെതിരെയും ആക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന്. ബേബി കണ്ണ് ഇനി കോടതിയിൽ വാദിക്കാൻ വരാൻ പറ്റില്ലായിരുന്നു. ദേഷ്യത്തോടുകൂടി അയാൾ പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, നീയും ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്തതാണോ എന്ന്. എന്നാൽ പ്രീതി പറയുന്നുണ്ട് താൻ ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ലെന്ന്. അവൾ കൊടുത്ത പേപ്പറിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം കറുപ്പസ്വാമി കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. കറുപ്പസ്വാമിയുടെ വാളും അതിൽ വരച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജി ശരിക്കും പേടിച്ചു. ഇത് കറുപ്പസ്വാമിയുടെ ഐഡിയ ആയിരുന്നു. ദൈവത്തിന്റെ അടുത്ത് നീതി തേടി വരുന്നത് പോലെയാണ് ജനങ്ങളെല്ലാം കോടതിയിലേക്ക് വരുന്നത്. ജഡ്ജിയെ മൈലോടെന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ എന്നോട് വന്ന് ചോദിക്കും. അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടായാലും ഈ ജഡ്ജിമാര് നീതി നടപ്പിലാക്കണം. അതായിരുന്നു കറുപ്പസ്വാമിയുടെ ലക്ഷ്യം. കറുപ്പസ്വാമിയുടെ ശക്തിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി കോടതി വളപ്പിലുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു. എല്ലാവരും കറുപ്പസ്വാമിയുടെ മുന്നിൽ പോയി നിന്ന് തങ്ങൾ ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ബേബി കണ്ണനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചാൾക്കാരും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയില്ല. ബേബി കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കോടതി ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഇവിടെയും കറുപ്പസ്വാമിയുടെ ഒരു അമ്പലം ഉണ്ടായിരിക്കുമെന്ന്. ഓരോ ഏരിയയിലും ഓരോ കറുപ്പസ്വാമി ഉണ്ടായിരുന്നു. പഴയ കോടതിയുടെ അടുത്ത് വേട്ടേക്കറുപ്പനായിരുന്നെങ്കിൽ ഈ കോടതിയുടെ അടുത്ത് കാവൽ കറുപ്പനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കോടതിയിലെ നീതിക്കും നിയമത്തിനും കാവലായിട്ട് എന്നും ഈ കറുപ്പസ്വാമി കോടതി വളപ്പിൽ തന്നെ ഉണ്ടാകും. അന്ന് വൈകുന്നേരം കോടതി ഇനാഗ്രേറ്റ് ചെയ്തതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിലേക്ക് ദേഷ്യത്തോടുകൂടി ബേബി കണ്ണൻ കടന്നു വരികയും കറുപ്പസ്വാമിക്ക് ഇവിടെ ശക്തിയുണ്ടെങ്കിൽ എന്നെ വന്ന് നേരിട്ടെന്ന് പറഞ്ഞിട്ട് പ്രീതിക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കറുപ്പസ്വാമി പ്രീതിയെ രക്ഷിക്കാൻ സിംഗം മൂവിയിലെ പോലീസുകാരന്റെ വേഷത്തിലാണ് വരുന്നത്. തന്നെ ആക്രമിക്കാൻ വന്ന എല്ലാവർക്കും കറുപ്പസ്വാമി തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുന്നു. കറുപ്പസ്വാമിയുടെ ആട്ടം കണ്ട എല്ലാവരും ഭക്തിയോടുകൂടി കൈകൂപ്പാൻ ആരംഭിച്ചു. തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന കറുപ്പസ്വാമി നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു അവരെ എല്ലാവരെയും ആക്രമിച്ചത്. അവസാനമായിട്ട് ബേബി കണ്ണിനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും അവൻ നന്നാകാത്തത് കാരണം അവന്റെ തലയിറക്കുന്നു. ദൈവമായി കണ്ട് കോടതിയിലേക്ക് നീതിക്ക് വരുന്നവരെ അമ്പലത്തിന്റെ മുന്നിൽ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കറുപ്പസ്വാമി അവിടെ നിന്നും പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പ്രേതമെന്ന് എല്ലാവരും വിളിച്ച ആ ഷൺമുഖൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള തെളിവ് കോടതി തന്നെ കൊടുക്കുന്നതും അയാളുടെ പേര് ഷൺമുഖം എന്നാണെന്ന് എല്ലാവരോടും പറയുന്നതുമാണ്. 30 വർഷമായിട്ട് നീതി ലഭിക്കാതിരുന്ന അയാൾക്ക് നീതി ലഭിച്ചു. തുടക്കത്തില് ബേബി കണ്ണൻ കാരണം നീതി ലഭിക്കാതെ പോയ ആ ദമ്പതിമാർക്ക് നീതി ലഭിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് ആ കോടതിയിൽ നിന്നും നീതി ലഭിക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ പ്രീതിയാകട്ടെ സ്ഥിരം ബിരിയാണി സ്പോട്ടിൽ വന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നമ്മുടെ സുകുമാരനും മകൾ ബിനുവും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അവർ ആഗ്രഹിച്ച പോലെ അവരെന്ന് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുകയായിരുന്നു. പ്രീതിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ സമയം അവിടെ ഒരാൾ ഇട്ടു നിന്നിരുന്ന ടീഷർട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ജസ്റ്റ് ഗോഡ് തിങ്സ് എന്ന്. ഒരുപക്ഷെ കറുപ്പസ്വാമി പ്രീതിയുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഈ മൂവിയുടെ കഥ ഇവിടെ അവസാനിച്ചെങ്കിലും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു സീൻ കൂടി നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഒരു കോർട്ടില് ഏതോ സ്വാമി വന്ന് എല്ലാം ശരിയാക്കിയെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള കോർട്ടില് എല്ലാം സ്വാമി വന്ന് ശരിയാക്കില്ല. അത് നമ്മൾ തന്നെ ശരിയാക്കിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് കേസുകളെല്ലാം തന്നെ പെൻഡിംഗ് ആയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഒരുപാട് ജഡ്ജിമാരെയും പലയിടങ്ങളിലും നിയമിക്കണം. എന്നാൽ മാത്രമേ എത്രയും പെട്ടെന്ന് ഈ കേസുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർക്കുന്നത് LKG എന്ന മൂവിയിലെ കഥാപാത്രമായ ഗാന്ധി എന്ന പൊളിറ്റീഷ്യനാണ്. നമ്മുടെ ബേബി കണ്ണന്റെ അതേ രൂപം തന്നെയായിരുന്നു ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഈ കേസൊക്കെ തെളിയിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ
പോലീസുകാരുടെ പേരിൽ കേസുണ്ടെന്നും അവരൊക്കെ അകത്തു പോകേണ്ടി വരുമെന്നും LKG പറയുന്നു. അതുകൊണ്ട് നമുക്ക് വോട്ടിങ്ങിലൂടെ ഈ ജഡ്ജിമാരെയൊക്കെ നിയമിക്കണോ വേണ്ടി ഒന്ന് തീരുമാനിക്കാമെന്ന് LKG പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ തങ്ങളും കുടുങ്ങുമെന്ന് മനസ്സിലായതോടുകൂടി അവിടെ ഇരിക്കുന്ന എല്ലാവരും LKGക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഒരാൾ മാത്രം ഇതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു. ഈ നാട്ടിലെ എല്ലാ കോടതികളിലും പെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ കേസുകളും പരിഹരിക്കപ്പെടണമെന്നും അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ നിയമിക്കണമെന്നും പറയുന്നു. അങ്ങനെ പറയുന്നത് സൂര്യയുടെ MGK മൂവിയിലെ കഥാപാത്രമായിരുന്നു. ഇവിടെയും നീതിക്ക് വേണ്ടിയിട്ട് കറുപ്പുസ്വാമി അവതരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.